രാജ്യതലസ്ഥാനം ഇന്നും കോക്രോച്ച് പാർട്ടിയുടെ സമരത്താൽ പ്രക്ഷുബ്ധമാണ്. സമരം തുടരുമെന്ന് അഭിജിത് ദീപ് കെ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കി. വിരട്ടാൻ നോക്കേണ്ടെന്ന് അഭിജിത് ദീപ് കെ പോലീസിനോട് പറഞ്ഞു. കുറച്ചെങ്കിലും ഹൃദയവിശാലത കാണിക്കണം. ഇന്നലത്തെ സമരത്തിൽ പരിക്കേറ്റ ഒരു പെൺകുട്ടി ചികിത്സയിലാണെന്നും അഭിജിത് ദീപ് കെ പറഞ്ഞു. कल आपका मन में भरा खून बहाकर बच्ची होगा, अभी भी डंडे दिखा रहे हो आप, मत करिए सर। कल बहुत खून बहाया है आप लोगों ने, कल बहुत खून बहाया है। मैं मिलकर आया हूँ उन बच्चों से हॉस्पिटल में जिनके ऊपर लाठियां चली है। सर फूटा, एक लड़की क्रिटिकल है, एक लड़की बहुत ज्यादा क्रिटिकल है। अभी भी आप लोग डंडे दिखा रहे हो, इतना सब कुछ होने के बाद भी आप कैसे ऐसे कर सकते हो? आपके घर पर बच्चे नहीं है क्या? आपके अपने बच्चे नहीं है क्या? मत करिए। അതിനിടെ കഴിഞ്ഞ ദിവസം കോണട്ട് പ്ലേസിലുണ്ടായ പ്രതിഷേധത്തിൽ ഡൽഹി പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാൽ, എന്താണ് സംഭവ സ്ഥലത്ത് നിന്നും ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം നടക്കുന്ന ജന്തർ മന്ദറിലേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ വിന്യാസവും വളരെ ശക്തമാകുന്നുണ്ട്. ജന്തർ മന്ദറിന് പുറത്തുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഡൽഹി പോലീസിന്റെ വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസം ഇന്ന് ഈ മേഖലകളിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, ഡൽഹി പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ വേദി നടക്കുന്ന, ഈ സമരം നടക്കുന്ന വേദിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിൽ മറ്റ് സംഘർഷാവസ്ഥകളൊന്നും തന്നെ ഇല്ല. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ രാവിലെ അഭിജിത് ദീപ് കെ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിനായി പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് കടന്നിരുന്നു. പക്ഷേ പോലീസ് അത് തടഞ്ഞു. തങ്ങളുടെ പ്രവർത്തകരെ പോലീസ് തടയുന്നു എന്ന ഒരു ആക്ഷേപമായിരുന്നു അഭിജിത് ദീപ് കെ അവിടെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇതിനുശേഷം അഭിജിത്തുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അഭിജിത്ത് പറഞ്ഞത് ഈ സമരം തുടരും, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ സമരം തുടരുമെന്നാണ് അഭിജിത്ത് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പോലീസിനോട് അഭിജിത്ത് ഹൃദയ വിശാലത കാണിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ നടന്ന സംഘർഷത്തിൽ ഈ ഡൽഹിയിലെ RML ആശുപത്രിയിൽ ഒരു പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുവെന്നാണ് ഇപ്പോൾ CJP പറയുന്നത്. പക്ഷെ പോലീസ് ഇത് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടില്ല. അതിന്റെ കാര്യമാണ് നേരത്തെ അഭിജിത്ത് ഈ പോലീസിനോട് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ ഈ വേദിയുടെ പിന്നിലേക്ക്, അതായത് നമുക്ക് വേദി കാണാം, നമ്മൾ വേദിയുടെ പിൻഭാഗത്താണ് ഉള്ളത്. ഞാൻ ജഗദീഷിനോട് പാൻ ചെയ്യാൻ വേണ്ടി പറയാം. ആ വേദിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവിടെ അഭിജിത്ത് മൊബൈലിൽ സംസാരിക്കുക എന്ന ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ആ വേദി ഇന്നലെ പൂർണ്ണമായും പോലീസ് അതിപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം അവിടെ ചിത്രങ്ങൾ, അംബേദ്കറുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ വയ്ക്കുകയാണ്. ചില ഹരിയാനയിൽ നിന്നുള്ള ചില കർഷക നേതാക്കൾ അഭിജിത്തിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അവരുമായി അഭിജിത്ത് സംസാരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഈ മഴ ഉണ്ടെങ്കിൽ പോലും സ്ഥിതി സമാധാനപൂർണ്ണമായി തുടരുകയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. കാരണം ഇന്നലെ രാത്രി പൂർണ്ണമായും പോലീസ് ഒഴിപ്പിച്ച ജന്തർ മന്ദർ വീണ്ടും തിങ്ങി നിറയുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. മോത്തി. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ച്. ജന്തർ മന്ദറിൽ വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർ തടിച്ചുകൂടിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.